നമ്മൾ പരിപാടി ചെയ്യുന്നത് നമ്മൾ ഇന്ന് ഫിഷ് ചെയ്യാണ് ഇന്ന് ഹെൽക്കാണ്. അതെ, അപ്പൊ ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫിഷിങ്ങിന് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫിഷിങ്ങിന് പോകേണ്ട വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള ചെറിയ വീഡിയോ ആയിരിക്കും. നോർഗ മല്ലൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കൂട്ടത്തോടുള്ള സ്വാഗതം പറച്ചിലൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇത് അവിടെ പാർക്കിങ്ങിൽ എത്തിട്ടോ. അപ്പോൾ ഗായ്സ്, ഇന്ന് നമ്മൾ ഐസ് ഫിഷിങ്ങിന് കുട്ടികളൊക്കെ ആയിട്ട് വന്നതാണ്. അപ്പം ഇന്ന് നല്ല മഞ്ഞുണ്ട്, അതുപോലെ കാലാവസ്ഥയും വലിയ മൈനസ് അല്ല. അപ്പോൾ ഇതൊരു ലേക്ക്, ഈ ലേക്കിലാണ് പൊതുവേ നമ്മൾ ഐസ് ഫിഷിങ്ങിന് നമ്മൾ അടുത്ത് വീടിൻ്റെ അടുത്തുള്ള ലേക്കാണ്. അപ്പോൾ ഈ ലേക്കിലാണ് പൊതുവേ നമ്മൾ ഐസ് ഫിഷിങ്ങിന് വരാറ്. പിന്നെ ഈ ലേക്ക് ഉണ്ടല്ലോ, ഈ ലേക്ക് ഇപ്പോൾ ഫുള്ള് ഫ്രീസായി കിടക്കുകയാണ്. ഇനിയിപ്പോൾ ഈ വീണ്ടും ഇത് പിന്നെ മെൽറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഏകദേശം മാർച്ച് പകുതിക്ക് ശേഷം ഇത് കുറേശ്ശെ മെൽറ്റായി തുടങ്ങുള്ളൂ, അല്ലെങ്കിൽ ഏപ്രിൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മളിത് ഈ ഐസ് ഫിഷ് ചെയ്യാനുള്ള സാധനം കേട്ടോ, ഡ്രില്ലാണിത്. ഇത് വെച്ചിട്ടാണ് കണ്ടോ, ഇതിൻ്റെ താഴെ കണ്ടോ നല്ല ബ്ലേഡുള്ള, ഇത് വെച്ച് നമ്മൾ ഡ്രില്ല് ചെയ്ത് ഹോൾ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ഐസ് ഫിഷ് ചെയ്യൽ. ഈ ടൈപ്പ് നമ്മൾ ചെറിയ ചൂണ്ടലാണ്, സാധാ ചൂണ്ടലല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ടൈപ്പ് ചെറിയ ചൂണ്ടലാണ് ഐസിൽ ഫിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുക. പിന്നെ അതിന് നമ്മൾ വേണ്ട എര, നമ്മൾ നാട്ടിൽ യൂസ് ചെയ്യുന്ന മണ്ണിര ഉണ്ടല്ലോ, മണ്ണിര അതെ നമ്മളിവിടെ ക്യാഷ് കൊടുത്ത് വാങ്ങണം. സാധനമാണ് നമ്മൾ എരയായിട്ട് യൂസ് ചെയ്യുക. അതായത് ചെറിയ ടൈപ്പ് ഒരു മണ്ണിരയാണ്. കണ്ടോ, നമ്മള് ഇങ്ങനത്തെ സ്ഥലത്ത് ഫിഷിങ് ചെയ്യുമ്പോൾ എല്ലാവരും പറയലുണ്ട് കേട്ടോ, പൊതുവെ ശ്രദ്ധിക്കണം എന്നുള്ളത് ശരിയാണ്. നല്ല മൈനസ് ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ നമ്മൾ നല്ല സേഫായിട്ട് ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ കാണിച്ചു തരാം. ഇപ്പം നമ്മൾ വന്നപ്പോൾ ഇവിടെ ഒരു ഡേഞ്ചറിൻ്റെ ഇത് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതായത് ഈ സെൻട്രൽ പോർഷനിൽ എന്തോ സംഭവം ചെയ്തിട്ടുണ്ട് അവർ. അതുകൊണ്ട് ഇവിടെ ആരും ഇങ്ങോട്ട് വരരുത് എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. പിന്നെ ഇവർ ഈ ഒരു ഏരിയയിൽ ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ ഐസില്ലേ, ഈ ഐസ് അവർ കട്ട് ചെയ്തെടുത്തത് കണ്ടോ, ഇതാ ഇത്രയും ഹൈറ്റിലാണ്, ഇതേപോലെയാണ് ഇത് കട്ടിയായി കിടക്കുന്നത്. ഇതാണ് അവർ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതാ ഇവിടുന്ന് ഈ ഒരു ചതുര ഭാഗത്തുനിന്ന് ഇവരെടുത്തത്. എന്തിനാണ് അവിടെ എന്തോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫിഷിങ് പ്രോസസ്സ് തുടങ്ങുകയാണ് കേട്ടോ. ആദ്യം നമ്മളിതാ ഈ താഴെയുള്ള ഐസ് ഡ്രില്ല് ചെയ്ത് നമ്മൾ ഹോളാക്കി എടുക്കണം. അങ്ങനെ നമ്മൾ ഡ്രില്ല് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഐസ് പൊടിഞ്ഞതുണ്ടല്ലോ, ഇതൊക്കെ നമ്മളൊരു കയ്യിൽ കൊണ്ടോ എന്തെങ്കിലും സാധനം കൊണ്ടൊക്കെ കോരി എടുക്കണം കേട്ടോ. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. നമ്മൾ ഉപ്പ് പൊടിയൊക്കെ ഇല്ലേ, അതുപോലെ നല്ല സോഫ്റ്റ് ഗ്ലിറ്ററിങ് ആയിട്ട് നല്ല ഭംഗിയുള്ള സാധനമാണ്. ഇതെന്താ തിന്നണേ നോക്കട്ടെ, എന്റെ കഫ് മാറിയിട്ടില്ലേ ബേബി? ഓ സിക്ക് ലീവിലാണ്. തിന്നണെന്താണ്? സ്നോ. ഇത് കണ്ട മൂപ്പ് നമ്മളെ ചീത്ത പറയും. ഇത് കണ്ടോ, അപ്പൊ ലാസ്റ്റ് ഡ്രില്ല് ചെയ്ത് ഇത് വെള്ളം കണ്ടിട്ടോ, കണ്ടോ നമ്മള് നാട്ടില് കോൽക്കിണറടിച്ച വെള്ളം കാണില്ല, അതുപോലെ ഇങ്ങനത്തെ ലൈക്കിലൂടെ നമ്മൾ നടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനത്തെ ഹോളുകൾ ഇടയ്ക്കിടയ്ക്കുണ്ടാവും കേട്ടോ, അതിൽ കാല് കുടുങ്ങാതെ നോക്കണേ. അപ്പോൾ നമ്മൾ ചൂണ്ടൽമേ എര കൊളുത്ത കേട്ടോ. എങ്ങോട്ടൊക്കെ ഇളകണേ എനിക്കിഷ്ടം. സ്കൂളിലൊക്കെ കയ്യല്ല അങ്ങനെയൊക്കെ എനിക്കിഷ്ടല്ലേ. എനിക്ക് പറഞ്ഞു പോയിട്ടുള്ളൂ. ജനുവിന് ഞാൻ വേറൊരു കുത്തി തന്നാലോ? ഇതിൻ്റെ ഇത് വലുതാക്കി കൊടുക്ക്. ആ ജനുവിന്റെ ഓൾറെഡി അയക്കണ്. ബേബിന്റെ ചെയ്തുതരാം. ഒന്നിലാക്കാൻ പറ്റുള്ളൂ ബേബി, ഒന്നിലൊന്നല്ലോ, ഫുള്ള് ചുട്ടാക്കും. ബേബിക്ക് ഇപ്പൊ അവിടെ വേറെ ഓട്ടോ കൊത്തി തരാം. ഓക്കെ, എന്നിട്ട് മുടി. ഓക്കെ, മേത്തട്ടാതെ മുടിട്ടോ. അമ്മ പോ. പിന്നെ
അവിടെ ഫിഷ് കാണുമ്പോൾ പോകും. ഫിഷിന്റെ കാണുമ്പോ പോകുന്നു. ഇനിയിപ്പോ നമ്മള് സത്യം പറഞ്ഞ പോലെ കസാലൊക്കെ കൊണ്ടുവരാൻ നമ്മളൊക്കെ മറന്നു. അല്ലെങ്കിൽ കസാല എന്തെങ്കിലുമൊക്കെ ഇരിക്കാനുള്ളത് വെച്ചിട്ട് നമ്മൾ ഇതിലിട്ട് ഇങ്ങനെ ഇരിക്കണം. വെയിറ്റ് ചെയ്യണം, നല്ല വെയിറ്റ് ചെയ്യണം, നല്ല ക്ഷമ വേണം ഈ പരിപാടിക്ക്. എന്നാലേ മീൻ കൊത്തുള്ളൂ. അങ്ങനെ ഇതിലിരിക്കുക, മീൻ കിട്ടിയ അങ്ങനെയാണ് നമുക്ക് മീൻ കിട്ടുക. കഴിഞ്ഞ വർഷമൊക്കെ മീൻ കിട്ടിയില്ലെങ്കിലും നമ്മൾ ഇരടുമ്പോത്തിന് അത് വേഗം തിന്നു പോവില്ലായിരുന്നാ. ഇപ്രാവശ്യം അത് തിന്നണമില്ല. കണ്ടോ ജന കാണിച്ചു കൊടുത്താ കൊറേ നേരമായിട്ട് ജന ചെയ്യണത് എപ്പോഴും ഓന്റീമൊക്കെ ആ സംഭവങ്ങളൊക്കെ അതുപോലെ ഇരിപ്പുണ്ട്. ജനുവിന് ഇത് അവിടെ ഒരു ഹോള് ചെയ്ത് കൊടുത്തു, ജി ബേബിക്ക് ഇത് അവിടെ ഒരു ഹോള് ചെയ്ത് കൊടുത്തു. രണ്ടാളും നല്ല മീൻപിടുത്തത്തിലാണ്. ബേബി ഇന്ന് കിട്ടുവോ? കിട്ടുവോ? ആ കണ്ടോ ഓന്റീം വിട്ടതൊക്കെ അതേപോലെ ഉണ്ട്. ഇതിന്റെ അടിയിലൊരു മീനിന്റെ പ്രസൻസ് ഒന്നും ഇല്ലാത്ത ഇട്ട് വരിക, വെയിറ്റ് ചെയ്യണം, പെട്ടെന്നൊന്നും കൊത്തൊന്നുമില്ല. ഇത്രയും വലിയ ലൈക്ക് ഉണ്ടായിട്ടും നമ്മൾ എന്തുകൊണ്ടാണ് ഈ അരികിൽ ചെയ്യണത്? നമ്മളെപ്പോഴും ഫിഷിങ് ചെയ്യുമ്പോഴല്ലേ ഇങ്ങനത്തെ ഡ്രില്ല് ചെയ്ത ഹോളുകൾ സൈഡിലേ ഇടാൻ പാടുള്ളൂ കേട്ടോ. കാരണം എപ്പോഴും ഈ ഇങ്ങനത്തെ ലൈക്കിലൂടെ ആളുകൾ ഐസ് സ്കേറ്റിങ് ചെയ്യലുണ്ട്. അവർ കാര്യമായിട്ട് ചെയ്യൽ സെൻറ്റർ ഭാഗത്ത് കൂടെയാണ്. അപ്പോൾ നമ്മൾ ഈ ഹോൾ ഇട്ടാൽ അപകടം ഉണ്ടാവാൻ ചാൻസ് ഉള്ളതുകൊണ്ട് നമ്മളെപ്പോഴും സൈഡിലെ ഐസ് ഫിഷിംഗ് ഒക്കെ ചെയ്യാൻ പാടുള്ളൂ. നമ്മളവിടെ ഫിഷിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതേ സമയം അവിടെ വേറൊരാൾ ഇതേപോലെ ഐസ് സ്കേറ്റിങ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മളിതൊക്കെ കഴിഞ്ഞ് പാക്ക് ചെയ്ത് പോരുമ്പോഴാണ് അവിടെ ഒരാൾ ഫിഷിങ് ചെയ്ത് കണ്ട്. അപ്പോൾ നമ്മളൊന്ന് പോയി നോക്കിയത് കേട്ടോ. അപ്പോൾ ഫിഷ് ഇല്ലാഞ്ഞിട്ടല്ല, നമുക്ക് കിട്ടാനിട്ടാണ് കേട്ടോ. അയാൾക്ക് കിട്ടിയ ഫിഷ് നോക്ക്, വലുതും ചെറുതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ഫിഷ് അയാൾക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. വലിയ ഫിഷൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ കുട്ടികൾക്കത് കാണാൻ പറഞ്ഞപ്പോൾ അയാൾ കയ്യിലൊക്കെ എടുത്ത് കാണിച്ചെടുക്കണം കേട്ടോ. ഏതായാലും അവർ ഹാപ്പിയായി, നമ്മളും ഹാപ്പി. നമുക്ക് ഇറങ്ങുമ്പോഴേ അറിയായിരുന്നു കേട്ടോ ഫിഷൊന്നും കിട്ടില്ല. പക്ഷെ കുറച്ച് നേരം ഇങ്ങനെയൊക്കെ ചെയ്യണം, നമുക്കായാലും കുട്ടികൾക്കായാലും ഒരു രസമല്ലേ. അപ്പം അതിന് വേണ്ടി വന്നതായിരുന്നു. അപ്പം ഇന്നത്തെ പരീക്ഷണം ഇവിടെ കഴിഞ്ഞു. ഇന്നിപ്പോൾ ഏതായാലും വീട്ടിൽ പോവാണ്. അപ്പം നമുക്ക് എത്ര ഫിഷ് കിട്ടി? വീട്ടിൽ പോയിട്ട് ഫിഷ് കറി കാണിച്ചു കൊടുക്കാനോ? വീട്ടിൽ പോയിട്ട് ഫിഷ് കറി വെക്കാം. അതെ, എത്ര ഫിഷ് കിട്ടി ചേനോ? വേവിക്ക് എത്ര ഫിഷ് കിട്ടി? 1. എന്താന്നോണോ ഫിഷൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പം ഏതായാലും വീട്ടിൽ പോവാണ്. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്, എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇനി എല്ലാവരും സപ്പോർട്ടും ഉണ്ടാവണം. എന്താ ചെയ്യണ്ടേ? അതെ അതെ, ലൈക്കും ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഫോളോ ചെയ്യണം. ഓക്കേ.